നമ്മൾ ഫോക്കസ് എന്താണ്, സ്ഫെറിക്കൽ മിററിൻ്റെ ഫോക്കസ് എന്താണ്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണ് എന്നതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഒരു സ്ഫെറിക്കൽ മിററിൻ്റെ മുന്നിൽ ഒരു വസ്തുവിനെ വെച്ച് കഴിഞ്ഞു. ആ വസ്തുവിൻ്റെ പ്രതിബിംബം രൂപപ്പെട്ടു. ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരവും മിറർ ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും ഫോക്കസ് ദൂരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചപ്പോൾ അവർ തമ്മിലൊരു ബന്ധമുണ്ട്. ആ റിലേഷൻ പ്രതിപാദിക്കുന്ന ഒരു നിയമമാണ് മിറർ ഫോർമുല. ദർപ്പണം മിററിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരവും മിററിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും മിററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം പ്രതിപാദിക്കുന്ന നിയമമാണ് മിറർ ഫോർമുല അഥവാ മിറർ ഇക്വേഷൻ, ദർപ്പണ സമവാക്യം. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു കോൺകേവ് സ്ഫെറിക്കൽ മിറർ കൺസിഡർ ചെയ്തിരിക്കുന്നു. പോള് മാർക്ക് ചെയ്തു. സെൻറ്റർ ഓഫ് കർവേച്ചർ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഞാൻ അതിന് എ ബി എന്ന് പേര് കൊടുത്തിരിക്കുന്നു. എ ബി ഈസ് ദ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്ഫെറിക്കൽ മിറർ. വാട്ട് ടൈപ്പ് ഓഫ് സ്ഫെറിക്കൽ മിറർ? കോൺകേവ് സ്ഫെറിക്കൽ മിറർ. കോൺകേവ് ദർപ്പണത്തിൻ്റെ മുന്നിലായിട്ട് എ ബി എന്നു പേരുള്ള വസ്തു വെച്ചിരിക്കുന്നു. എ ബിയിൽ നിന്ന് ഒന്നാമത്തെ ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് കടന്നു പോകുന്നു. അത് റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെ കടന്നു പോകുന്നു. എഫിലൂടെ കടന്നുപോയി, പാരലലായിട്ട് വന്നു, എഫിൽ കൂടി കടന്നു പോരുന്നു. അടുത്ത റേ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ വരുന്നു. തിരിച്ച് അതേപോലെ തിരിച്ച് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് മിററിൽ തട്ടി തിരിച്ച് അതേ പാത്ത് റീട്രേസ് ചെയ്യുന്നു. അടുത്തത് പോളിലേക്ക് ചെരിഞ്ഞു വരുന്നു. ആംഗിൾ ഞാൻ ഐ എന്ന് കൊടുത്തിരിക്കുന്നു, വെറുതെ ഒരു ആംഗിള്. ഞാൻ ആംഗിള് പി എന്ന് കൊടുത്തു, അല്ലെങ്കിൽ ആംഗിള് ഞാൻ എസ് എന്ന് കൊടുത്തു, ഒരു സംതിങ് ഒരു ആംഗിൾ കൊടുത്തിരിക്കുന്നു. സെയിം ആംഗിളിൽ തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോരുന്നു. ഈ ആംഗിളും സെയിം ആണ് എന്നുള്ള കാര്യം ഓർക്കുക. വൺസ് അഗെയിൻ ഒബ്ജക്റ്റാണ് എ ബി വസ്തു. അതിൽ നിന്നും ഫസ്റ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് പോവാണ്, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസിങ് ത്രൂ ദ ഫോക്കസിൽ കൂടി പോരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പാരലലായിട്ടുള്ള ലൈറ്റ് റേസ് വന്നാൽ ഫോക്കസിൽ കൂടി കടന്നു പോരുന്നു. അടുത്തത് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ വന്നു. സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ വന്നാൽ അതേ പാത്ത് റിട്രേസ് ചെയ്യുന്നു, തിരിച്ച് അതേപോലെ പോകുന്നു. പോളിലേക്ക് ചെരിഞ്ഞു വന്നു കഴിഞ്ഞാൽ പോളിലേക്ക് ചെരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതേ ആംഗിളിൽ പ്രിൻസിപ്പൽ ആക്സിസും ഇൻകമിങ് റേയും തമ്മിലുള്ള ആംഗിൾ തന്നെ പ്രിൻസിപ്പൽ ആക്സിസും റിഫ്ലക്റ്റഡ് റേയും തമ്മിൽ ഉണ്ടാക്കിക്കൊണ്ട് ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ, തിരിച്ച് പോരും. ഈ മൂന്ന് റിഫ്ലക്റ്റഡ് റേയും പാരലലായിട്ട് വന്നു, പ്രിൻസിപ്പൽ ആക്സിസിൽ കൂടെ പോയി. ദിസ് ഈസ് ദ ഫസ്റ്റ് റിഫ്ലക്റ്റഡ് റേ. ദെൻ സെൻറ്റർ ഓഫ് കർവേച്ചർ retraces its entire initial path. Second one, then inclined പോളിലേക്ക് ചെരിഞ്ഞു വന്നു, തിരിച്ച് അതേ ആംഗിളിൽ തിരിച്ചു പോയി. മൂന്നും ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു, ഒരു പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യുന്നു. ആ പോയിന്റിൽ എന്ത് ഫോം ചെയ്യുന്നു? ഇമേജ്. എ ഡാഷ് ബി ഡാഷ്. എ ഡാഷ് ബി ഡാഷ് ഈസ് ദ ഇമേജ്. സോ എനിക്ക് പറയാം, എ ബി ഈക്വൽ ടു ഒബ്ജക്റ്റ്. എ ബി ഈക്വൽ ടു ഒബ്ജക്റ്റ്. എ ബി ഈസ് ദ ഒബ്ജക്റ്റ്. Then A dash B dash is the image. ഇമേജിന്റെ പ്രത്യേകത എന്താ? എ ബി നിവർന്ന ഒബ്ജക്റ്റ് ആയിരുന്നു, എന്നാൽ ഇമേജ് വന്നപ്പോ ഇൻവേർട്ടഡ് ആയി. കാണുന്നില്ലേ? ഇൻവേർട്ടഡ് ആയി. ആരോ കണ്ടില്ലേ? ഇറ്റ്സ് സ്ട്രൈറ്റ്, ഇറ്റ്സ് നിവർന്നതായിരുന്നു. പക്ഷെ പ്രതിബിംബം രൂപപ്പെട്ടപ്പോ തല കീഴായി മാറി, തല കീഴായിട്ട് മാറി.
എ ഡാഷ് ബി ഡാഷ് ആയിട്ട് മാറി. എ ബി ഈസ് ദ ഒബ്ജക്റ്റ്, എ ഡാഷ് ബി ഡാഷ് ഈസ് ദ ഇമേജ്. ദെൻ ഇത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് ഇതിലേക്കുള്ള ഡിസ്റ്റൻസിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് വളരെ കൃത്യമായിട്ട്. യു എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞാൽ എല്ലാ ഡിസ്റ്റൻസും കാർട്ടീഷ്യൻ സൈൻ സിസ്റ്റം പ്രകാരം എല്ലാ ഡിസ്റ്റൻസും പോളിൽ നിന്ന് വേണം അളക്കാനായിട്ട്. പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നു. പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് ഞാൻ യു എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. യു ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം എവിടുന്ന് എങ്ങോട്ട്? ഡിസ്റ്റൻസ് ഫ്രം പോൾ ടു ഒബ്ജക്റ്റ്. പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ്, ഡിസ്റ്റൻസ് ആണ് യു. യു ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം പോൾ ടു ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ടു പോൾ എന്ന് പറയാതിരുന്നതിന് കാരണം വേറൊന്നുമില്ല, കാർട്ടീഷ്യൻ സൈൻ സിസ്റ്റം പ്രകാരം all the distance are measured from pole. So distance from P to object അതിനെയാണ് യു എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചത്. യു നെഗറ്റീവ് ആണ് അറിയാം. വി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാനിതിനെ യു എന്ന് കാണിച്ചു. പോളിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം ഞാൻ താഴെ ഇറക്കി വരച്ചിരിക്കുന്നു. ദെൻ പോളിൽ നിന്ന് ശ്രദ്ധിക്കണം, പോളിൽ നിന്ന് ഒബ്ജക്റ്റ് ഇമേജ്, ഇത് ഇമേജ് ആണ്, ഇമേജിലേക്കുള്ള ദൂരമാണ് വി. അല്ലേ? പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, അത് വി. ഞാൻ എഴുതിയിരിക്കുന്നു ഡിസ്റ്റൻസ് എവിടുന്ന് എവിടെ വരെ? ഡിസ്റ്റൻസ് ഫ്രം പോൾ ടു ഇമേജ്. പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരമാണ് വി എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ കേസിൽ ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഈ കേസിലും അത് നെഗറ്റീവാണ് അല്ലേ? ഇൻസിഡന്റ് റേ ഇങ്ങനെയാണ് പോകുന്നത്, ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷനിലുള്ളതൊക്കെയാണ് പോസിറ്റീവ്. ഇത് നമ്മൾ പോളിൽ നിന്ന് യു ഇങ്ങോട്ടാണ് അളന്നത്. സോ ഇറ്റ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ. സോ യു ഈസ് നെഗറ്റീവ്, വി ഈസ് ഓൾസോ നെഗറ്റീവ്. ഈ സൈഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, അതർ സൈഡിലേക്ക് പോവുകയാണ്, അങ്ങോട്ട് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയേനെ. ഇറ്റ്സ് നോട്ട് പോസിറ്റീവ്. ഈ കേസിൽ യുവും വിയും നെഗറ്റീവാണ്. അത് കൃത്യമായിട്ട് ഓർക്കണം. അതിനെപ്പറ്റി ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി പറയാം. അപ്പോൾ യു കിട്ടി, വി കിട്ടി. ദെൻ പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം, അതിന് ഞാൻ എഫ് എന്ന് സൂചിപ്പിക്കുന്നു. ഫോക്കൽ ലെങ്ത് എന്നാണ് പറയുക. ഡിസ്റ്റൻസ് ഫ്രം പി ടു എഫ്. പോളിൽ നിന്ന് എഫ് പറഞ്ഞാൽ ഫോക്കസിലേക്കുള്ള ദൂരമാണ് എഫ്, ഫോക്കസ് ദൂരം. അപ്പം നമ്മൾ ആ കാർട്ടീഷ്യൻ സൈൻ സിസ്റ്റം ഇവിടെ നമ്മളൊന്ന് ചെറുതായിക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അല്ലേ. കാർട്ടീഷ്യൻ സൈൻ സിസ്റ്റം പ്രകാരം ഓൾ ദ ഡിസ്റ്റൻസ് ആർ മെഷേർഡ് ഫ്രം പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങോട്ടുള്ള എല്ലാ ഡിസ്റ്റൻസും ഇവിടെ നിന്ന് വേണം തുടങ്ങാനായിട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. സോ പോൾ ടു ഓൾ ഡിസ്റ്റൻസ്. പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ഇവിടെ നിന്ന് സീറോ, സ്കെയിലിൻ്റെ സീറോയിൽ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്. സോ ഡയറക്ഷൻ ഈസ് ലൈക്ക് ദിസ്. ഇൻസിഡൻറ്റ് റേ ഇവിടെ നിന്ന് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പോകുന്നത്, പക്ഷെ നമ്മുടെ മെഷർമെൻറ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. സോ ഓപ്പോസിറ്റ് ടു ഇൻസിഡൻറ്റ് റേ ആണ് വന്നിരിക്കുന്നത്. സോ യു ഈസ് നെഗറ്റീവ്. ഇങ്ങോട്ടുള്ള മെഷർമെൻറ്റ്സ് എല്ലാം നെഗറ്റീവ്. വിയും നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇൻസിഡൻറ്റ് റേയുടെ ഓപ്പോസിറ്റ് അതും നെഗറ്റീവ്. ഫോക്കസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലേ. കോൺകേവിൻ്റെ ഫോക്കസ് എല്ലായ്പ്പോഴും നെഗറ്റീവായിരിക്കും, കാരണം ഇവിടുന്ന് ഇങ്ങോട്ടാണ് നടക്കുക. പിയിൽ നിന്ന് എഫിലോട്ട്. സോ ഇറ്റ്സ് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് അതും മനസ്സിലാക്കി വെക്കണം. നമുക്ക് ജനറലായിട്ട് വിചാരിക്കാം, ഫോക്കസ് ഓഫ് കോൺകേവ് സ്ഫെറിക്കൽ മിറർ ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഓൾവേസ് നെഗറ്റീവാണ്. നമ്മൾ തിരിച്ചാണ് കോൺവെക്സ് വരയ്ക്കുന്നത്, ഇവിടെയാണ് ഫോക്കസ് വരുന്നത്. അതുകൊണ്ട് ഫോക്കസ് ഓഫ് കോൺവെക്സ് സ്ഫെറിക്കൽ മിറർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. കോൺകേവിൻ്റെത് നെഗറ്റീവും കോൺവെക്സിൻ്റെത് ഫോക്കസ് പോസിറ്റീവുമാണ് വന്നിരിക്കുന്നത്. ഇനി വസ്തു എപ്പോഴും ഏത് സ്ഫെറിക്കൽ മിറർ ആയിക്കോട്ടെ വസ്തു മുന്നിലാണ് വെക്കുന്നത് അല്ലെ, റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ മുന്നിൽ. ഈ കേസിൽ വസ്തു ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. യു എന്താണ്? നെഗറ്റീവാണ്. യു ഈസ് നെഗറ്റീവ്. ഇവിടുന്ന് ഇങ്ങോട്ടായതുകൊണ്ട് യു നെഗറ്റീവാണ്. ദെൻ വിയെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ വി
നെഗറ്റീവാണ്. പക്ഷേ വി നമ്മൾ വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് വിയുടെ പൊസിഷനും ചേഞ്ച് ചെയ്യുന്നു എന്ന് നമുക്കറിയാം അല്ലേ. ആസ് ദ ഡിസ്റ്റൻസ് സിയിൽ വെച്ചു, അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് സിയിൽ വെക്കാം, എഫിൽ വെക്കാം, ബിറ്റ്വീൻ സി ആൻഡ് അതിനനുസരിച്ച് ഇമേജിൻ്റെ പൊസിഷനും മാറുന്നു. അപ്പോൾ ഇമേജിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. ഒരു കാര്യം, കോൺകേവ് ആയിക്കോട്ടെ കോൺവെക്സ് ആയിക്കോട്ടെ, അതിൻ്റെ അല്ലേ ഇതിൻ്റെ ഇവിടെയാണ് വസ്തു വെച്ചിരിക്കുന്നത്. കോൺവെക്സ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ, ഇങ്ങനെ ഈ ഭാഗമാണ് റിഫ്ലക്റ്റിങ്. സോ വസ്തു ഇവിടെയാണ് വെക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മെഷർമെൻറ്റ്സ് എല്ലാം നെഗറ്റീവാണ്. സോ കോൺകേവ് ആയിക്കോട്ടെ കോൺവെക്സ് ആയിക്കോട്ടെ യു ഈസ് നെഗറ്റീവ്. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാം യു ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഇനി പിന്നെ ഒരു കാര്യം ഓർക്കണം, കോൺകേവിൻ്റെ ഫോക്കസ് നെഗറ്റീവും കോൺവെക്സിൻ്റെ ഫോക്കസ് പോസിറ്റീവുമാണ്. അതും നമുക്ക് ഓർക്കാം. വിയെ പറ്റി നമുക്ക് ഭാവിയിൽ പറയാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് മനസ്സിലായി. കാർട്ടീഷ്യൻ സൈൻ സിസ്റ്റവും നമ്മളൊന്ന് മെൻഷൻ ചെയ്തു. യു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം പോൾ ടു ഒബ്ജക്റ്റ്, വി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം പോൾ ടു ഇമേജ്, എഫ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ടു പോൾ ടു ഫോക്കസ്, ഡിസ്റ്റൻസ് ഫ്രം പോൾ ടു ഫോക്കസ്. അതിന് നമുക്ക് ഫോക്കൽ ലെങ്ത് എന്നും പറയാം, ഫോക്കൽ ലെങ്ത് എന്നും നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം പറയുന്നതാണ് നമ്മുടെ മിറർ ഫോർമുല. മിറർ ഫോർമുല യുവും വിയും എഫും തമ്മിലുള്ള റിലേഷനെ പറ്റിയാണ് പറയുന്നത്. അതിങ്ങനെയാണ് 1/f ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു 1/u പ്ലസ് 1/v. ഇതാണ് നമ്മുടെ മിറർ ഫോർമുല എന്ന് പറയുന്നത് അല്ലെ. 1/f ഈക്വൽ ടു 1/u പ്ലസ് 1/v. അതായത് എഫ് ഈക്വൽ ടു അല്ലേ, നമ്മൾ എഫ് ഈക്വൽ ടു എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കും. എഫ് ഈക്വൽ ടു നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ 1/f ഇവിടെ നിർത്തി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു യു പ്ലസ് 1 ഇൻറ്റു വി പ്ലസ് 1 ഇൻറ്റു യു ഡിവൈഡഡ് ബൈ യു വി. തിരിച്ചിടുന്നു. ആൻസർ യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി അല്ലേ. നമുക്ക് 1/f ആണെന്നുണ്ടെങ്കിൽ അല്ലെ, ഇവിടെ നമുക്ക് 1/f എങ്ങനെ കാണാം, 1/f ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം 1 ഇൻറ്റു വി പ്ലസ് 1 ഇൻറ്റു യു ഡിവൈഡഡ് ബൈ യു ഇൻറ്റു വി. അതിന് നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ചിടണം. എഫ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ വി പ്ലസ് യു. അത് തന്നെയാണ് എഫ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി. ഇറ്റ്സ് ഓൾസോ നമുക്ക് എന്തെന്ന് പറയാം, എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇനി യു ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ 1/uവിനെ ഇവിടെ നിർത്തിക്കൊണ്ട് ഇതിനെ ഇപ്പുറത്തോട്ട് എടുക്കുക. സോ ഇക്വേഷൻ 1/u ഈക്വൽ ടു 1/f മൈനസ് 1/v. ഇനി വി ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ വി എ ഇവിടെ നിർത്തി 1/uവിനെ ഇപ്പുറത്തോട്ട് എടുക്കുന്നു. 1/f മൈനസ് 1/u ഈക്വൽ ടു 1/v. നമുക്ക് ഈസി ആയിട്ട് യു കണ്ടുപിടിക്കാം, വി കണ്ടുപിടിക്കാം, എഫ് കണ്ടുപിടിക്കാം. എല്ലാം നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് വളരെ ചെറുതാണെങ്കിൽ സെൻറ്റിമീറ്ററിൽ നമ്മൾ ഉപയോഗിക്കും. സാധാരണഗതിയിൽ മീറ്റർ എന്നുള്ള യൂണിറ്റിലാണ് നമ്മളിത് മെഷർ ചെയ്യാറ്. പേപ്പറിലൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററാണ് വരിക. ഇതാണ് മിറർ ഫോർമുല എന്ന് പറയുന്നത്. യുവും വിയും എഫും തമ്മിലുള്ള റിലേഷനാണ് മിറർ ഫോർമുല എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെറിവേഷനാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത്. Okay.